അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ എടുക്കാൻ പോകുന്ന പ്രസൻറ്റ് കണ്ടിന്യൂസ് ഫോം ഓഫ് ദി വെർബാണ്. അതിന് നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് പഠിക്കാം. ഓക്കെ, ഞാൻ ഇവിടെ സെൻറ്റൻസ് വായിക്കാം, നിങ്ങളത് പറഞ്ഞാൽ മതി എന്താ വേർഡ് വരികയെന്ന്. അതായത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. ഹീ ബ്രാക്കറ്റിൽ ഡ്രിങ്ക് എന്ന് കൊടുത്തിട്ടുണ്ട്, മിൽക്ക്. അപ്പോൾ എന്ത് വരും? പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്. കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ ING ഫോം വരും. അപ്പോൾ എന്താ വരിക? ഡ്രിങ്ക് എന്നുള്ളത് എന്താവും? ഈസ് ഡ്രിങ്കിങ് എന്ന് വരും. ING ഫോം വന്നു അല്ലേ? ഡ്രിങ്ക് എന്നുള്ളത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ഫോമാണ്. അപ്പോൾ എന്താ വരിക? ഈസ് ഡ്രിങ്കിങ് എന്ന് വരും. ഈസ് ഡ്രിങ്കിങ് എന്ന് വരും. ഓക്കെ, പിന്നെ അടുത്ത സെൻറ്റൻസ്, അപ്പോൾ അതിനോട് കണക്ട് ചെയ്ത സെൻറ്റൻസ് ആണ്. ഇറ്റ് ടേസ്റ്റ് ഗുഡ്. പാല് നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറയണം ആ കുട്ടി. ഇറ്റ് ബ്രാക്കറ്റിൽ റൺ ഡൗൺ ഇസ് ചിൻ. പാല് അവൻ്റെ താടിയും കൂടെ ഇങ്ങനെ ഒലിച്ചു എന്നാണ് പറയുന്നത്. അപ്പം ബ്രാക്കറ്റിൽ റണ്ണ് നിന്നിട്ട് പ്രസൻറ്റ് കണ്ടിന്യൂസ് ഫോമിൽ എന്ത് പറയും? ഈസ് റണ്ണിങ് എന്ന് പറയും. ING ഫോം വരണം. ഓക്കെ, പിന്നെ ഹീ നീഡ്സ് എ നാപ്കിൻ. അതൊന്നുമില്ല. അടുത്ത സെൻറ്റൻസ്, വിക്രം ബ്രാക്കറ്റിൽ ഡു ഹിസ് ഹോംവർക്ക് നൗ. അപ്പോൾ എന്താ പറയും? പ്രസൻറ്റ് കണ്ടിന്യൂസ് ഫോമിൽ ഈസ് ഡൂയിങ് എന്ന് വരും. ഡു എന്നാണ് കൊടുത്തത്, എന്ത് വരും? എന്താവും? ഈസ് ഡൂയിങ് എന്ന് വരും. ഓക്കെ, അപ്പോൾ ING ഫോം ഇങ്ങനെ വന്ന് വരുന്നതാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ഫോം എന്ന് വരുന്നത്. ഓക്കെ, പിന്നെ വി ഡാഷ് ബ്രാക്കറ്റിൽ ഗോ എന്ന് കൊടുത്തിട്ടുണ്ട്. ടു വാച്ച് എ മൂവി വെൻ ഹീ ഈസ് ഫിനിഷ്ഡ്. അപ്പോൾ എന്താ വരിക? വി ആർ ഗോയിങ് എന്നാണ് വരിക. വി ഈസ് ഗോയിങ് എന്ന് പറയുമോ? ഇല്ല, വി ആർ ഗോയിങ്. ഓക്കെ, ബ്രാക്കറ്റിൽ ഗോ എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അടുത്ത സെൻറ്റൻസ്, ഓൾ ഓഫ് ദി ചിൽഡ്രൻ ബ്രാക്കറ്റിൽ ഡാൻസ് അറ്റ് ദ ഡാൻസ് അറ്റ് ദ പാർട്ടി. അപ്പോൾ എന്താ വരിക? ING ഫോം എങ്ങനെ വരും? ഓൾ ഓഫ് ദി ചിൽഡ്രൻ ആർ ഡാൻസിങ് എന്ന് വരും. ഈസ് ഡാൻസിങ് എന്ന് വരില്ല, ആർ ഡാൻസിങ് എന്നാണ് വരിക. അറ്റ് ദ പാർട്ടി. ഓക്കെ, ദേ ബ്രാക്കറ്റിൽ സ്മൈൽ എന്ന് കൊടുത്തിട്ടുണ്ട്. എന്താ വരിക? അപ്പം ദേ ആർ സ്മൈലിങ്, ആർ സ്മൈലിങ് എന്നാണ് വരിക. ING ഫോം വരും. പിന്നെ ദേ ഹാവ് ബ്രാക്കറ്റിൽ ഹാവ് ആണ്. ഹേ ഗുഡ് ടൈം. ദേ ആർ ഹാവിങ് എ ഗുഡ് ടൈം, ആർ ഹാവിങ്. ഓക്കെ, ജെന്നി ബ്രാക്കറ്റിൽ ടേക്ക് ഈസ് ടേക്കിംഗ് പിക്ചേഴ്സ് ഓഫ് കത്തീഡ്രൽസ് അറ്റ് ഗോവ. അപ്പോൾ എന്താ വരിക? ടേക്ക് എന്നുള്ളത് ഈസ് ടേക്കിംഗ് എന്ന് വരും. ടേക്ക് എന്നുള്ളത് ഈസ് ടേക്കിംഗ് എന്ന് വരും. ഈസ് ടേക്കിംഗ് എന്ന് വരും. ഓക്കെ, പിന്നെ മിസ്റ്റർ ഗുപ്ത ആൻഡ് ഐ ബ്രാക്കറ്റിൽ ടോക്ക് എന്ന് വരും. ആർ ടോക്കിംഗ് ഓൺ ദ ഫോൺ. ഹീ, അപ്പോൾ എന്ത് വരും? മിസ്റ്റർ ഗുപ്ത ആൻഡ് ഐ ആർ ടോക്കിംഗ് എന്ന് വരും ഓൺ ദ ഫോൺ. ഹീ ബ്രാക്കറ്റിൽ ടെൽ ഡാഷ് മീ അബൌട്ട് ഹിസ് സിസ്റ്റർ. അപ്പോൾ എന്താ വരിക? ഹീ ഈസ് ടെല്ലിങ് അബൌട്ട് മീ അബൌട്ട് ഹിസ് സിസ്റ്റർ. ഓക്കെ, ഈസ് ടെല്ലിങ് എന്നാണ് വരിക. ഓക്കെ, ക്ലിയർ ആണോ? പ്രസൻറ്റ് കണ്ടിന്യൂസ് ഫോം ക്ലിയർ ആണോ? അതായത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഫോം ഓഫ് ദ വെർബാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. അതിൽ ഡ്രിങ്ക് എന്നതാണ് നമുക്ക് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ നമ്മളെങ്ങനെ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഓഫ് ദ ഫോം ഓഫ് ദ വെർബ് എഴുതും? അപ്പോൾ കണ്ടിന്യൂസ് ടെൻസ് എന്നൊക്കെ പറയുമ്പോൾ ING ഫോം വരണം. അപ്പോൾ ഇങ്ങനെ വരും, ഈസ് ഡ്രിങ്കിങ് എന്ന് വരും. പ്രസൻ്റ് ആണല്ലോ. പിന്നെ അപ്പോൾ ഇങ്ങനെ ഈസ് ഡ്രിങ്കിങ്, ഡു ഈസ് ഡൂയിങ്, ടേക്ക് എന്നുള്ളത് ഈസ് ടേക്കിംഗ് എന്നാണ് വരിക. അതായത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്. കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ ING വരണം, പിന്നെ പ്രസൻറ്റും ആണ്. അത് ശ്രദ്ധിക്കണം. ഓക്കെ, പ്രസൻറ്റ് എന്നുള്ളത് ശ്രദ്ധിക്കണം, കണ്ടിന്യൂസ് എന്നുള്ളത് ശ്രദ്ധിക്കണം. റണ്ണ് ഈസ് റണ്ണിങ് എന്ന് വരും. ഗോ എന്ന് പറയുന്ന ആർ ഗോയിങ് എന്ന് വരും. പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്. ഡാൻസ് എന്നുള്ള ആർ ഡാൻസിങ് എന്ന് വരും. ടേക്ക് എന്നുള്ള ഈസ് ടേക്കിംഗ് എന്ന് വരും. ഓക്കെ, ക്ലിയർ ആണോ? ഒന്നുമല്ല. അങ്ങനെ നമ്മൾ പറയുമ്പോൾ എന്താ വരിക? നെഗറ്റീവ് സെൻറ്റൻസ് ആണ് അല്ലേ? അപ്പോൾ ഇൻ്റഗ്രേറ്റീവ് എന്ന് പറയുമ്പോൾ എന്ത് വരും? ഇൻ്റഗ്രേറ്റീവ് എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻ മാർക്ക് വരുന്ന ക്വസ്റ്റ്യൻ ടാഗ് യൂസ് ചെയ്തുകൊണ്ട് പറയുന്നതാണ്.
അതായത് ഈസ് ദ സ്കൈ ഗ്രേ, ഈസ് ദ സ്കൈ ഗ്രേ അങ്ങനെ ചോദിക്കുന്നത് നമ്മൾ ക്വസ്റ്റ്യൻ പോലെ. അതിങ്ങനെയാണ് ഇൻ്റഗ്രേറ്റീവ് സെൻറ്റൻസസ് പറയുന്നത്. നെഗറ്റീവ് എന്ന് പറയുമ്പോൾ അത് സ്കൈ ഈസ് നോട്ട് ഗ്രേ അങ്ങനെ സെൻറ്റൻസ് പറയാം. നെഗറ്റീവായിട്ട് നമ്മൾ സംസാരിക്കുന്നത് അങ്ങനത്തെ അതിലാണ് നെഗറ്റീവ് സെൻറ്റൻസസ് വരുന്നത്. ഇൻ്റഗ്രേറ്റീവ് സെൻറ്റൻസസിന് ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാവും. പിന്നെ അടുത്ത സെൻറ്റൻസ് നമുക്ക് നോക്കാം. രോഹിത് ഹാസ് എ ന്യൂ പെയർ ഓഫ് ഷൂസ്. രോഹിത് ഡസ് നോട്ട് ഹാവ് എ ന്യൂ പെയർ ഓഫ് ഷൂസ്. അവൻ അങ്ങനത്തെ ഷൂ ഒന്നുമില്ല അങ്ങനെ പറയും നമ്മൾ. ഡസ് ഷീ ഹാവ് അങ്ങനെ ഇൻ്റഗ്രേറ്റീവ് സെൻറ്റൻസസ് ചോദിക്കാം. ഡസ് രോഹിത് ഹാവ് എ ന്യൂ പെയർ ഓഫ് ഷൂസ് ഉണ്ടോ അങ്ങനെ. പിന്നെ ഷീ ഹാസ് 2 elder sisters. ഷീ ഡസ് നോട്ട് ഹാവ് എ 2 elder sisters അങ്ങനെ. അത് നെഗറ്റീവ്. ഈ ഇൻ്റഗ്രേറ്റീവ് എങ്ങനെ പറയാം? ഡസ് ഷീ ഹാവ് എ 2 elder sisters ഉണ്ടോ അങ്ങനെ ചോദിക്കുന്ന ഇൻ്റഗ്രേറ്റീവ് സെൻറ്റൻസസ്. ദ ടെസ്റ്റ് പേപ്പേഴ്സ് ആർ വെരി ഈസി. ദ ടെസ്റ്റ് പേപ്പേഴ്സ് ആർ നോട്ട് വെരി ഈസി അത് നെഗറ്റീവാണ്. ഇൻ്റഗ്രേറ്റീവിൽ എങ്ങനെ വരും ക്വസ്റ്റ്യൻ മാർക്ക് ഉപയോഗിച്ചിട്ട്? ആർ ദ ടെസ്റ്റ് പേപ്പേഴ്സ് വെരി ഈസി ആണോ അങ്ങനെ. മിനി ഹാസ് ഐ ഗോട്ട് എ ലെറ്റർ ഫ്രം അവർ ഫാദർ. മിനി ഹാസ് നോട്ട് ഗോട്ട് എ ലെറ്റർ ഫ്രം അവർ ഫാദർ അവൾക്ക് കിട്ടിയിട്ടൊന്നുമില്ല അത് നെഗറ്റീവ്. ഇൻ്റഗ്രേറ്റീവ് എങ്ങനെ ക്വസ്റ്റ്യൻ രൂപത്തിൽ ചോദിക്കുക? ഹാസ് മിനി ഗോട്ട് എ ലെറ്റർ ഫ്രം ഹെർ ഫാദർ. ദിസ് ബുക്ക് വാസ് ക്വൈറ്റ് ബോറിംഗ്. ദിസ് ബുക്ക് വാസ് നോട്ട് ക്വൈറ്റ് ബോറിംഗ്. Was this book quite boring? Question mark. She had got the award last year. She had not got the award last year. Had she got the award last year? കിട്ടിയിട്ടുണ്ടോ അത് ഇൻ്റഗ്രേറ്റീവ് സെൻറ്റൻസ് ആയിട്ട് വരും. അവർ സ്കൂൾ ഹാസ് എ ബിഗ് ഓഡിറ്റോറിയം. അവർ സ്കൂൾ ഡസ് നോട്ട് ഹാവ് എ ബിഗ് ഓഡിറ്റോറിയം. ഞങ്ങളുടെ സ്കൂളിൽ അങ്ങനെ വലിയ ഓഡിറ്റോറിയം ഒന്നും ഇല്ല അത് നെഗറ്റീവായിട്ട് പറയും. എങ്ങനെ ഒരു ക്വസ്റ്റ്യൻ രൂപത്തിൽ പറയാം? ഡസ് അവർ സ്കൂൾ ഹാസ് ബിഗ് ഓഡിറ്റോറിയം ഉണ്ടോ നമ്മുടെ സ്കൂളിൽ അങ്ങനെ ചോദിക്കുന്നത് ഇൻ്റഗ്രേറ്റീവ് സെൻറ്റൻസസ് ആയിട്ട് വരുന്നത്. ഓക്കെ.